ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ തേങ്ങ അരയ്ക്കാത്ത ഒരു ഒഴിച്ചു കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കട്ടിക്കാണ് ഈ കറി ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് ഇത്രയും കുറുകുറാന്ന് കിട്ടത്തില്ല ഈ കറി. നല്ല ടേസ്റ്റായിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ നല്ല കറിയാണിത്. എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. 5 മിനിറ്റ് മതി ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട്. 5 മിനിറ്റിൽ തേങ്ങ ഇല്ലാതെ നല്ല കിടിലൻ ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കാം. തേങ്ങ ഇല്ലാത്ത ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കാനായിട്ട് ഒരു പച്ചമാങ്ങയും ഒരു പച്ച ടൊമാറ്റോയും ഒരു പഴുത്ത ടൊമാറ്റോയും പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കാം. മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാകും. മാങ്ങയും പച്ചത്തക്കാളിയും പഴുത്ത ടൊമാറ്റോയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ അരിഞ്ഞതും പച്ച ടൊമാറ്റോ അരിഞ്ഞതും പഴുത്ത ടൊമാറ്റോ പച്ചമുളക് ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേകാൻ പാകത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വരുന്നുണ്ട് നന്നായിട്ട്. കുറച്ച് സമയം കൂടി വേവിക്കാം. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിലൊരു 1/4 സ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ജീരകപ്പൊടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. എന്നാലുമേ ജീരകം വെന്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് തുറന്നിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായി വെന്തു കിട്ടി. തേങ്ങ ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കട്ട തൈരാണ്. ഇതൊന്ന് തവി വെച്ച് നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഇപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തു. ഇനി നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വേവിച്ചത് കുറച്ച് തണുത്താണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഒരു ഒഴിച്ചുകൂട്ടാനാണ്. തേങ്ങ അരയ്ക്കാതെയാണ് ഞാൻ ഈ ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കിയത്. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. തൈര് ഉടച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ഒഴിച്ചത്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒന്നുകൂടി ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇത് നല്ല ഒഴിച്ചു കറിയാണ്. തേങ്ങ അരയ്ക്കാത്തതാണ് ഈ കറി. മാങ്ങയുടെ പുളിയും തൈരിൻ്റെ ചെറിയ പുളിപ്പും കൂടി ആയപ്പോൾ പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ഇട്ട് കടുക് വറുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഈ ഒരു കറി തേങ്ങ അരയ്ക്കാത്ത കറിയാണ്. എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഈ കറി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.